മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ സയ്യിദ് ജലീലിയെ മസൂദ് തോൽപ്പിച്ചു. പുരോഗമന പക്ഷക്കാരനായി അറിയപ്പെടുന്ന നേതാവാണ് മസൂദ് പെസഷ്കിയാൻ. സയ്യിദ് ജലീലിയാണ് തോൽപ്പിച്ചത്. സലീൽ ജലീലി പ്രസിഡന്റ് ആകും എന്നായിരുന്നു നേരത്തെയൊക്കെ വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റായിട്ട് മസൂദ് പെസഷ്കിയാൻ പ്രസിഡന്റ് ആയിരിക്കുന്നത്. ബി കെ സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഈ മസൂദ് പെസഷ്കിയാനെ കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിലാണ് ഇപ്പോൾ മസൂദ് പെസഷ്കിയാൻ വിജയിച്ചിരിക്കുന്നത്. സയ്യിദ് ജലീലിക്ക് 46% വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. 53.3% വോട്ടുകൾ നേടിയാണ് ഇപ്പോൾ പെസഷ്കിയാൻ മുന്നിലെത്തിയിരിക്കുന്നത്. ഇറാൻ രാഷ്ട്രീയത്തിലെ ഒരു പുരോഗമനവാദിയായിട്ടാണ് മസൂദ് പെസഷ്കിയാൻ അറിയപ്പെടുന്നത്. പ്രത്യേകിച്ചും പാശ്ചാത്യ ലോകവുമായി നല്ല ബന്ധം സൂക്ഷിക്കണമെന്നും ആണവ കരാറിലേക്ക് മടങ്ങണമെന്നും അഭിപ്രായമുള്ള വ്യക്തിയാണ് മസൂദ് പെസഷ്കിയാൻ. അതോടൊപ്പം തന്നെ സയ്യിദ് ജലീലി പൊതുവെ യാഥാസ്ഥിക നിലപാടുള്ള വ്യക്തിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ കൂടുതൽ വോട്ടർമാർ മസൂദ് പെസഷ്കിയാനെ വിജയിപ്പിക്കാൻ വേണ്ടി പോളിംഗ് സ്റ്റേഷനിൽ എത്തി എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ ആര് വിജയിക്കും എന്ന് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ട് എത്തിയിരുന്നില്ല. പക്ഷേ മസൂദ് പെസഷ്കിയാനെ വിജയിപ്പിക്കാൻ വേണ്ടിയും ജലീലിയെ തോൽപ്പിക്കാൻ വേണ്ടിയും കൂടുതൽ ആളുകൾ എത്തി എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. ഏതായിരുന്നാലും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ മസൂദ് പെസഷ്കിയാൻ എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഇറാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള ചോദ്യം. സ്വാഭാവികമായും അമേരിക്കയുമായും ഇസ്രായേലുമായും ഏറ്റവും കൂടുതൽ സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു കാലമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കടന്നുപോയത്. അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് മസൂദ് പെസഷ്കിയാന്റെ അടുത്ത തീരുമാനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇറാൻ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, പ്രസിഡന്റിന് അത്ര കൂടുതൽ അധികാരങ്ങൾ മറ്റു രാജ്യങ്ങളിലേതുപോലെ ഇറാനിലില്ല. ആത്മീയ നേതാവ്, പരമോന്നത നേതാവ് അയത്വ അലി ഖാംനായിയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗാർഡിയൻ കൗൺസിലുമാണ് സുപ്രധാനമായ തീരുമാനങ്ങളും നയനിലപാടുകളും സ്വീകരിക്കുന്നത്. എങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ ഭരണതലത്തിലുണ്ടായ നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും എല്ലാം വലിയ പ്രക്ഷോഭങ്ങൾ ഇറാനിൽ കണ്ടിരുന്നു. അത്തരം പ്രക്ഷോഭങ്ങളെ ഇല്ലാതെയാക്കാനും കൂടുതൽ പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും മസൂദ് പെസഷ്കിയാൻ തയ്യാറാകും എന്നുള്ള പൊതുവെയുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗസ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മൂർധന്യതയിൽ നിൽക്കുന്ന, അതിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഹമാസിനും അതേപോലെ തന്നെ ഹിസ്ബുള്ളക്കും ഹൂത്തികൾക്കുമെല്ലാം സാങ്കേതികമായും സൈനികവുമായുള്ള സഹായം നൽകുന്നത് ഇറാനാണ് എന്നുള്ള ആരോപണമുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇറാൻ വിധേയമാകുമോ എന്നുള്ള സ്വാഭാവികമായുള്ള ചോദ്യം ഉയർന്നു വരുന്നു. ഏതായിരുന്നാലും റിഫോമിസ്റ്റായി അറിയപ്പെടുന്ന, പുരോഗമന പക്ഷത്ത് നിലനിൽക്കുന്നു എന്ന് പാശ്ചാത്യ ലോകം വിലയിരുത്തുന്ന മസൂദ് പെസഷ്കിയാൻ ആണ് ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ശരി സുഹേൽ, നന്ദി.